ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് ഒരുപക്ഷെ അതിനിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങിയേക്കും. സ്വർണ്ണ കവർച്ചയ്ക്ക് വിദേശ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതൊരുപക്ഷെ അന്വേഷണം CBIക്ക് കൈമാറാൻ വരെ സാധ്യതയുണ്ട്. ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ സ്വയമേ തീരുമാനമെടുക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു ആരോപണത്തിൽ നിന്നാണ് സ്വർണ്ണ കവർച്ചയിലെ വിദേശ ബന്ധവും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ വിധേയമാക്കാൻ തീരുമാനിച്ചത്. സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തിയെന്നും ഇതുവഴി 500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. SITക്ക് രമേശ് ചെന്നിത്തല നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയുടെ മൊഴിയുമെടുത്തു. ദൈവികാംശമുള്ള പുരാവസ്തുക്കൾ തട്ടിയെടുക്കുന്ന പുരാവസ്തു മാഫിയയിലേക്കാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന്റെ മുന നീളുന്നത്. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയതുപോലെ സ്വർണ്ണ കവർച്ചയിൽ വിദേശ മാഫിയ ബന്ധം കണ്ടെത്തിയാൽ ഹൈക്കോടതി തന്നെ കേസ് അന്വേഷണം CBIക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. ഇത് സർക്കാരിനും CPMനും ഉണ്ടാക്കുന്ന തിരിച്ചടി കനത്തതായിരിക്കും. നിലവിൽ CPMന്റെ ഒരു മുൻ MLA അടക്കം 2 നേതാക്കളാണ് സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്നത്. CPMന്റെ മുൻ മന്ത്രി അടക്കം സംശയ നിഴലിൽ നിൽക്കുന്ന കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറിയാൽ അത് CPMനും സർക്കാരിനും വലിയ പ്രഹരമായി മാറുകയും ചെയ്യും. CBI അന്വേഷണം ഏറ്റെടുത്താൽ മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അടക്കം അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് സർക്കാരിനും CPMനും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കേസിൽ റിമാൻഡിലുള്ള CPM നേതാക്കളും മുൻ ദേവസ്വം പ്രസിഡന്റുമാരുമായ A. പത്മകുമാറിന്റെയും N. വാസുവിന്റെയും വിദേശ യാത്രകളും സ്വർണ്ണക്കൊള്ളയുടെ വിദേശ ബന്ധവും ചേർത്ത് വായിക്കുമ്പോൾ പല സംശയങ്ങളും ഉണരുന്നുണ്ട്. ശബരിമല ശ്രീകോവിലിന്റെ ഭാഗമായ സ്വർണ്ണപ്പാളികൾ കവർന്നതിൽ ഈജിപ്തിലെ പുരാവസ്തു വ്യാപാരികളുമായുള്ള ബന്ധം വരെ ആരോപിക്കപ്പെട്ടിരുന്നു. വൻ വ്യവസായിക്ക് പാളുകൾ വിറ്റതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ദൈവികാംശമുള്ള പുരാവസ്തുക്കളാണ്. ദൈവികാംശമുള്ള സ്വർണത്തിന് കോടികളാണ് പുരാവസ്തു മാഫിയ വിലയിടുന്നത്. ദൈവികാംശമുള്ള സ്വർണ്ണപ്പാളികളും വിഗ്രഹങ്ങളുമൊക്കെ മോഷ്ടിച്ച് കടത്തിയാൽ അതിന് മാഫിയ മൂല്യം കണക്കാക്കുന്നത് ഡിവൈൻ വാല്യൂ ഉപയോഗിച്ചാണ്. ഇതുവഴി കോടികളാണ് ഇവർക്ക് ലഭിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള പല അപൂർവ വിഗ്രഹങ്ങളും ശില്പങ്ങളും അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് എന്നിവിടങ്ങളിലെ പല ആർട്ട് ഹൗസുകളിലും സ്വകാര്യ ശേഖരങ്ങളിലുമുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാകുമെന്നാണ് വിവരം. CBI അന്വേഷണം ഏറ്റെടുത്തു വന്നാൽ ഇന്റർപോളുമായി ചേർന്ന് വിദേശത്ത് അന്വേഷണം നടത്തി ഇത്തരം ഡിവൈൻ ആന്റിക് മാഫിയയുമായി പങ്കുള്ള രാഷ്ട്രീയക്കാർ, വൻ തോക്കുകൾ എല്ലാവരും അകത്താകും. കള്ളപ്പണ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും വെളിച്ചത്ത് വരും. രമേശ് ചെന്നിത്തലയും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം അന്വേഷിക്കണമെന്നും 500 കോടിയുടെ ഇടപാട് നടന്നുവെന്നുമാണ് രമേശ് ചെന്നിത്തല SITക്ക് കത്തയച്ചത്. കേരളത്തിലെ തന്നെ ചില വ്യവസായികൾക്ക് കൂടി സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്ന ആരോപണവും ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട്. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ ശേഷം ചെമ്പിൽ പുതിയതുണ്ടാക്കി സ്വർണം പൂശി തിരികെ കൊണ്ടുവച്ചുവെന്നാണ് SITയുടെയും നിഗമനം. ഇത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴുള്ള സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനുള്ള നടപടികൾ BSCയുടെ ലാബിൽ പുരോഗമിക്കുകയുമാണ്. സ്വർണ്ണപ്പാളികൾ ഒറിജിനലാണോ എന്ന സംശയം ഹൈക്കോടതിയും പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബെല്ലാരിയിലെ ആഭരണക്കടയിൽ നിന്ന് കുറെ സ്വർണം പിടിച്ചെടുത്തിരുന്നു. പാളികളിൽ നിന്ന് കവർന്ന സ്വർണം തിരികെ നൽകി തലയൂരാനാണ് അപ്പോൾ പ്രതികൾ ശ്രമിച്ചത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര ബന്ധം ഹൈക്കോടതി സംശയിച്ചതോടെ അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. A. പത്മകുമാർ, N. വാസു എന്നിവരുടെ വിദേശയാത്രകൾ ദുരൂഹമാണ് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. രേഖാമൂലം എതിർപ്പറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതോടെ ഈ മാസം 17-ലേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ മാറ്റിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് EDയുടെ നീക്കം. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് എന്നും അന്വേഷണം നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അധികാരമുണ്ട് എന്നും കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ ED പറയുന്നു. എന്നാൽ രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണമെന്നും രേഖകൾ നൽകാൻ പാടില്ല എന്നുമാണ് SITയുടെ നിലപാട്. പക്ഷേ രേഖകൾ വേണമെന്നുള്ള ആവശ്യത്തിൽ ED ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ED വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ രേഖകൾ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.